പ്രസംഗിച്ച ഇന്ത്യയുടെ ഫീൽഡ് മാർഷൽ, രാഷ്ട്രീയവും ജാതിയും പുറത്താക്കിയ കരിയപ്പ. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയം. പാകിസ്ഥാനിലെ ലാഹോറിലെ ശത്രുപാളയം തകർത്ത് തിരിച്ചു വരികയായിരുന്ന ഇന്ത്യൻ പോർ വിമാനം പാക് സൈനികർ വെടിവെച്ചിട്ടു. വിമാനത്തിലെ പൈലറ്റിനെ പരിക്കുകളോടെ പിടികൂടി യുദ്ധ തടവുകാരനാക്കി. പൈലറ്റിന്റെ പേരുവിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പാക് സൈനികർ ഞെട്ടി. ഉടൻ തന്നെ അന്നത്തെ പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ ഇന്ത്യൻ പൈലറ്റിന്റെ പിതാവിനെ ഫോണിൽ ബന്ധപ്പെടുകയും മകനെ വിട്ടയക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. അപ്പോൾ ആ പിതാവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: യുദ്ധ തടവുകാരായി പാകിസ്ഥാന്റെ കൈവശമുള്ള എല്ലാ ഇന്ത്യക്കാരും എന്റെ മക്കളാണ്. അവരെ വിട്ടയക്കുമ്പോൾ മാത്രം എന്റെ മകനെയും വിടുക. വ്യക്തികൾക്കുപരിയാണ് നീതിയും നിയമവും എന്നറിയാവുന്ന ആ ശബ്ദം KM കരിയപ്പയുടേതായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ സൈന്യത്തിന്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു KM കരിയപ്പ. ഇന്ത്യക്കാർ മാത്രമല്ല, പാക് പ്രസിഡന്റും സൈനികരും വരെ ബഹുമാനിക്കുകയും ആയുധം താഴ്ത്തുകയും ചെയ്ത വ്യക്തിത്വമാണ് ഫീൽഡ് മാർഷൽ KM കരിയപ്പയുടേത്. കർണാടകയിലെ കുടക് ജില്ലയിൽ 1899 ജനുവരി 28-നാണ് കൊടണ്ടേര മടകപ്പ കരിയപ്പ എന്ന KM കരിയപ്പയുടെ ജനനം. കോളേജ് വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ 19-ാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. ഇന്ത്യൻ സൈന്യത്തിൽ നിരവധി നേട്ടങ്ങളിൽ ആദ്യ പേരുകാരനാണ് KM കരിയപ്പ. 19-ാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഇൻഡോറിലെ ഡാലി കേഡറ്റ് കോളേജിൽ നിന്നും കമ്മീഷൻ ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ കേഡറ്റ്. ഇംഗ്ലണ്ടിലെ ഇംപീരിയൽ ഡിഫൻസ് കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ആദ്യ ഇന്ത്യൻ മേജർ ജനറൽ. മേൽപ്പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും അവസാനിക്കുക KM കരിയപ്പ എന്ന പേരിലായിരിക്കും. ഇന്ത്യക്ക് കരിയപ്പ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് തുടക്കം മുതലേ സൈന്യത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നിർബന്ധ ബുദ്ധി കാണിച്ചുവെന്നതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിലടക്കം പട്ടാളം അധികാരം പിടിച്ചെടുക്കുന്നതിലേക്ക് എത്തിയപ്പോഴും ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ വിശ്വസ്ത കാവൽക്കാരായി നിൽക്കുകയാണ് സൈന്യം ചെയ്തത്. നീതി, ന്യായം, നിയമം, അച്ചടക്കം എന്നിവയൊക്കെയായിരുന്നു കരിയപ്പയുടെ നിഘണ്ടുവിൽ മുന്നിലുള്ള വാക്കുകൾ. നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ സിഖോ പാഴ്സിയോ ക്രിസ്ത്യാനിയോ എന്നതെന്റെ വിഷയമല്ല. രാജ്യത്തെ സേവിക്കുന്നുണ്ടോ എന്നതിൽ മാത്രമാണ് കാര്യം. എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയായിരിക്കും. മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട രാജ്യത്തെ സൈനിക മേധാവി ഇങ്ങനെ പറയുന്നത് പട്ടാളക്കാരിൽ ചില്ലറ ഊർജവും ഉൾക്കാഴ്ചയുമല്ല നിറയ്ക്കുക. അത് തന്നെയായിരുന്നു കരിയപ്പ ചെയ്തതും. 29 വർഷത്തോളം കരിയപ്പ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് സൈന്യത്തിൽ നിന്നും വിരമിച്ച ശേഷവും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഹൈക്കമ്മീഷണറായി പ്രവർത്തിച്ചും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1947 വിഭജനാനന്തരം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ യുദ്ധമുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ചത് കരിയപ്പയായിരുന്നു. രാജ്യം പരമോന്നത സൈനിക ബഹുമതിയായ ഫീൽഡ് മാർഷൽ പദവി 1986 ജനുവരി 15-നാണ് കരിയപ്പയ്ക്ക് നൽകി ആദരിക്കുന്നത്. 1993 മെയ് 15-ന് തന്റെ 92-ാം വയസ്സിലാണ് KM കരിയപ്പ വിടവാങ്ങുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് അച്ചടക്കത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും സമഭാവനയുടെയും ആത്മവീര്യത്തിന്റെയും അടിത്തറ നൽകിയ വ്യക്തിത്വം എന്ന നിലയിൽ കരിയപ്പ ഇന്നും സ്മരിക്കപ്പെടുന്നു. You are watching India's first NGO television, Malanadu TV India.